നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2026 ഫെബ്രുവരി മാസം 20 വെള്ളിയാഴ്ച ദിവസം. നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട 5ഓളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, കേരള സർക്കാർ പുറത്തിറക്കുന്ന ഫോട്ടോ പതിച്ച നേറ്റിവിറ്റി കാർഡിന് മന്ത്രിസഭയുടെ അംഗീകാരം. നിലവിൽ വില്ലേജ് ഓഫീസുകളിൽ നിന്ന് ലഭിക്കുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരമായാണ് ഈ ഒരു പുതിയ തിരിച്ചറിയൽ രേഖ നൽകുന്നത്. പൗരത്വ സംബന്ധമായ വിഷയങ്ങളിൽ ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തലമുറകളായി കേരളത്തിൽ ജീവിക്കുന്നവരുടെ ഐഡന്റിറ്റി ഉറപ്പാക്കുകയാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ജനന സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്കും കേരളത്തിന് പുറത്ത് ജനിച്ചവരാണെങ്കിലും മാതാപിതാക്കൾ കേരളീയരായവർക്കും ഈ ഒരു കാർഡിന് അർഹതയുണ്ടായിരിക്കും. സർക്കാർ സേവനങ്ങൾക്ക് തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കാവുന്ന ഈ ഒരു കാർഡ് വിതരണം ചെയ്യുവാനുള്ള ചുമതല തഹസിൽദാർമാർക്കായിരിക്കും. പദ്ധതിക്കായി 20 കോടി രൂപ സർക്കാർ ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട്. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, ചെട്ടിക്കുളങ്ങര ദേവി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് ആലപ്പുഴ ജില്ലയിലെ 2 താലൂക്കുകളിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. കുംഭഭരണി ദിവസമായ ഫെബ്രുവരി 23 തിങ്കളാഴ്ച മാവേലിക്കര, കാർത്തികപ്പള്ളി താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. ഇത് സംബന്ധിച്ച ഉത്തരവ് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പുറത്തിറക്കി. എന്നാൽ പൊതുപരീക്ഷകൾ മുൻ നിശ്ചയിച്ച പ്രകാരം നടക്കും. അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, കേരളത്തിൽ സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്ക് ആശ്രിത ധനസഹായ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ. തൊഴിലാളി അപകടത്തിൽ മരണപ്പെട്ടാൽ നിയമപ്രകാരം തൊഴിൽ ഉടമ നൽകേണ്ട ആനുകൂല്യങ്ങൾക്ക് പുറമെ ആശ്രിതർക്ക് സർക്കാർ 5 ലക്ഷം രൂപ ധനസഹായം നൽകും. രക്ഷാകവചം എന്ന പേരിൽ ആരംഭിക്കുന്ന ഈ ഒരു പദ്ധതി 25 ലക്ഷം തൊഴിലാളികൾക്ക് പ്രയോജനപ്പെടുമെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. തൊഴിൽ വകുപ്പിന്റെ വേതന സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായവർക്ക് വേണ്ടിയാണ് രക്ഷാകവചം നടപ്പാക്കുന്നത്. തൊഴിലിടത്ത് വെച്ചോ പുറത്തു വെച്ചോ അപകടം ഉണ്ടായാലും സഹായം ലഭ്യമാകും. സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് ഏജൻസിയായ ചിയാക് വിഭാവനം ചെയ്ത പദ്ധതി തൊഴിൽ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് യാഥാർത്ഥ്യമാകുന്നത്. പദ്ധതി വിഹിതമായി ഓരോ തൊഴിലാളിയിൽ നിന്നും 150 രൂപ വീതം പിടിക്കും. 2025-26 ബജറ്റിൽ പദ്ധതിക്കായി 30 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നതിനായി ജിമ്മുകളും ഫിറ്റ്നസ് സെന്ററുകളും ദുരുപയോഗം ചെയ്യപ്പെടുന്നതായുള്ള പരാതിയിൽ ഇടപെട്ടിരിക്കുകയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഇതനുസരിച്ച് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്ര കായിക മന്ത്രാലയത്തിനും സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യക്കും കമ്മീഷൻ കത്തയച്ചു. ജിമ്മുകൾ കേന്ദ്രീകരിച്ച് നിർബന്ധിത മതപരിവർത്തനം നടക്കുന്നതായും ആരോപണങ്ങളുണ്ട്. 50-ൽ അധികം ചെറുപ്പക്കാരികൾ ഇരയാക്കപ്പെട്ടതായി മാധ്യമ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരം ചൂഷണങ്ങളെ പ്രതിരോധിക്കാൻ ജിമ്മുകൾക്കായി രാജ്യവ്യാപകമായി നിയന്ത്രണ മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിക്കാനും ഈ ഒരു പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. ജിമ്മുകളും ഫിറ്റ്നസ് സെന്ററുകളുമായും ബന്ധപ്പെട്ട് നിലവിലുള്ള മാർഗനിർദ്ദേശങ്ങൾ, നയങ്ങൾ, രജിസ്ട്രേഷൻ മാനദണ്ഡങ്ങൾ തുടങ്ങിയവ വിശദീകരിക്കുന്ന റിപ്പോർട്ട് സമർപ്പിക്കാൻ എല്ലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ചീഫ് സെക്രട്ടറിമാരോട് കമ്മീഷൻ നിർദ്ദേശിച്ചു. ജിമ്മുകൾക്കും ഫിറ്റ്നസ് സെന്ററുകൾക്കുമായി നിലവിലുള്ള ദേശീയ നയങ്ങളെക്കുറിച്ചും നിയന്ത്രണ മാനദണ്ഡങ്ങളെക്കുറിച്ചും വിശദാംശങ്ങൾ തേടി യുവജനകാര്യ കായിക മന്ത്രാലയം സെക്രട്ടറിക്കും നോട്ടീസ് നൽകിയിരിക്കുകയാണ്. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.